നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില പെൺകുട്ടികളെ നോക്കി ഈ നമ്മളെ അമ്മായിമാരും മുത്തശ്ശിമാരും ഒക്കെ പറയുന്നത്, അയ്യോ ആ കുട്ടി എത്ര നല്ല കുട്ടിയാണ്, എന്താണ് ഈ നല്ല കുട്ടി. ഈ സൊസൈറ്റി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് അതേപടി ജീവിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു കുട്ടി. അതായത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്രമുഖിയായി ഉത്തരം പറയുക, നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും പുഞ്ചിരിയോടുകൂടി ആളുകളോട് സംസാരിക്കുക, ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പറയാൻ പാടില്ല, നമുക്കുള്ളിലെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. മറ്റുള്ളവർ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിലും ആ തെറ്റ് നമ്മൾ കേട്ടുകൊണ്ട് അത് ശരിയാണെന്ന് അംഗീകരിക്കണം. നമ്മുടെ ഭാഗത്തുള്ള ശരിനെ അംഗീകരിക്കാൻ പാടില്ല. നമ്മളെ മർദ്ദിച്ചാലും ഉപദ്രവിച്ചാലും ശപിച്ചാലും നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് നമ്രമുഖിയായി അപ്പോഴും ഇരിക്കണം. എല്ലാം സഹിക്കുന്നവൾ, സഹനശക്തി അതിഭീകരമായിട്ട് നോക്കുന്നവൾ, അല്ലെങ്കിൽ ടോളറേഷൻ ലിമിറ്റ് അതിഭീകരമായിട്ടുള്ള ഒരാൾ. ഒരിക്കലും നിങ്ങളുടെ പെൺകുട്ടിയെ അങ്ങനെ വളർത്തരുത്. ഈ പെൺകുട്ടികൾ ഈ ട്രാപ്പിൽ വീണാൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പോകാം. ഒരു കാരണവശാലും ഈ ട്രാപ്പിൽ വീഴരുത്. നിങ്ങൾ തൻ്റെ ഇടത്തോടു കൂടി വളരെ ചെറുതിലെ തന്നെ കുട്ടികളെ, അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കണം. അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും കൂടിയുള്ള സ്പേസ് അവർക്ക് കൊടുക്കണം. അതല്ലാതെ അച്ഛനമ്മമാർ പറയുന്ന അട്രോസിറ്റീസ് എല്ലാം കേട്ടിരിക്കേണ്ട ആൾക്കാരല്ല ഈ കുട്ടികൾ. നാട്ടിലൊരാൾ എന്നോട് മോശമായി പെരുമാറിയാൽ ആ പെരുമാറിയ ആൾ എന്നോട് മോശമായി പെരുമാറി എന്ന് പറയാൻ ധൈര്യപൂർവ്വം പറയണം. അത് വീട്ടിൽ വന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ അച്ഛനമ്മമാരുണ്ടാകണം. ആ മനുഷ്യൻ ചിലപ്പോൾ നാട്ടിലെ ഒരു വലിയ പ്രമാണിയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മകളോട് മോശം പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് ചോദ്യം ചെയ്യണം. ആ കുട്ടി ആദ്യം ചോദ്യം ചെയ്യാനും അത് എതിർക്കാനുമുള്ള ധൈര്യം ആ കുട്ടിക്കുണ്ടാകണം. അത് വീട്ടിൽ നിന്നാണ് വരേണ്ടത്. അച്ഛനമ്മമാർ അടിച്ചമർത്തുന്ന പെൺകുട്ടികൾക്ക് ഒരിക്കലും അതുണ്ടാവില്ല. അതുകൊണ്ട് ഒരു രീതിക്ക് പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ നിങ്ങളുടെ പെൺമക്കളെ അഹങ്കാരികളാക്കി വേണം വളർത്താൻ. അതായത് ചോദ്യങ്ങൾ ചോദിക്കാനും തനിക്കെതിരെ അതിക്രമം കാണിച്ചാൽ അത് പ്രതികരിക്കാനുമുള്ള ശക്തി അവർക്ക് വീട്ടിൽ നിന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ നിങ്ങളുടെ പെൺമക്കൾ പെട്ടിയിലാകും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം പറയും, അയ്യോ എൻ്റെ മോൾ പോയി അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം പെൺകുട്ടികൾ.